ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുട്ട വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കുമായിട്ടാണ്. വെറും എളുപ്പത്തിലല്ല, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു തകർപ്പൻ ഐറ്റമാണ്. അതിങ്ങനെ ചൂടോടുകൂടി മുറിച്ചിട്ട് നമ്മുടെ ഒരു ടൊമാറ്റോ കെച്ചപ്പിലൊക്കെ മുക്കിയിട്ട് കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതറിയണമെങ്കിൽ അത് ഉണ്ടാക്കി കഴിച്ച് നോക്കുക തന്നെ വേണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണിൽ ഓൾ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാനായിട്ട് 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഈ ഒരു 5 കോഴിമുട്ട വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 15-നും 20-നും ഇടയ്ക്കുള്ള എഗ് ഫിംഗേഴ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മുട്ട എടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു ചെറിയ സവാള നമ്മൾ ഓംലെറ്റൊക്കെ ഉണ്ടാക്കാൻ അരിഞ്ഞെടുക്കുന്നത് പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പകുതി ക്യാരറ്റ് അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. പിന്നെ കുറച്ച് ക്യാബേജും അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ പച്ചമുളക് ഇടുന്നില്ല. പിന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ക്യാപ്സിക്കവും എൻ്റെ കയ്യിലില്ല, ഞാനുള്ളത് ബജിമുളകാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി എരിവുണ്ടാകും. കുട്ടികൾക്ക് കൂടി കഴിക്കാനായതുകൊണ്ട് ഞാൻ എരിവ് കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ടാൽ കുറച്ചും കൂടി എരിവും ടേസ്റ്റും ഉണ്ടാകും. മുളക് കിടന്നു കഴിഞ്ഞാൽ എരിവ് കൂടിക്കഴിഞ്ഞാൽ ഇവിടെ മക്കൾ കഴിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എരിവ് കുറച്ചുണ്ടാക്കുന്നത്. എരിവോട് കഴിക്കുന്നതായിരിക്കും ഇത് കുറച്ചുകൂടി ടേസ്റ്റ്. അപ്പോൾ ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. സ്പൂൺ വെച്ച് ഇളക്കുന്നതിനേക്കാളും കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ 5 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചെടുക്കാം. ഇത് നമുക്ക് മുട്ടയിൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യാതെ മുട്ട മാത്രം വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം. അത് വേറൊരു ടേസ്റ്റാണ്. വെജിറ്റബിൾസ് ആഡ് ചെയ്തെടുക്കുമ്പോൾ അത് കുറച്ചും കൂടി ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പം വെജിറ്റബിൾസ് ഇല്ലാതെയും ചെയ്ത് നോക്കുക, വെജിറ്റബിൾസ് ഇട്ടിട്ടും ചെയ്ത് നോക്കുക. രണ്ടും രണ്ട് ഡിഫറൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആഡ് ചെയ്യുന്ന വെജിറ്റബിൾസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. ടൊമാറ്റോയോ ബീൻസോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വെജിറ്റബിൾസേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റണം. അപ്പോൾ പാത്രത്തിൽ കുറച്ച് എണ്ണ തടവിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ, ഇല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിലൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്ക് ഈ മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് തിക്നെസ്സിൽ വേണം ഉണ്ടാവാൻ. തീരെ അങ്ങ് ഫ്ലാറ്റായ പാത്രം എടുക്കരുത്. കുറച്ചൊന്ന് തിക്കായിട്ട് ഒരു നമ്മൾ ആ ഫിംഗർ ഷേപ്പിൽ കിട്ടത്തക്ക രീതിയിൽ തിക്കായിട്ട് കിട്ടുന്ന രീതിയിൽ വേണം, അങ്ങനെയുള്ളൊരു പാത്രം എടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇത് സ്റ്റീം ചെയ്തിട്ടെടുക്കണം. നമുക്കൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കണം. അപ്പോൾ സ്റ്റീമറിലോ ഇഡ്ഡലി കുട്ടകത്തിലോ വെച്ചിട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാനിലോട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്ത് നമ്മുടെ മുട്ടയുടെ ബാറ്റർ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും ഇല്ല. 10 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ മുട്ട നന്നായിട്ട് വെന്ത് കിട്ടും. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്ന് നോക്കി നല്ലതുപോലെ വെന്തോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട്, വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ വെന്തൊന്ന് കട്ടിയായി കിട്ടണം, ലൂസായിട്ടിരിക്കരുത്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കട്ടിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂട് മാറിയിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു മുട്ട പൊട്ടിച്ചെടുത്തിട്ട് അത് കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് കലക്കിയെടുക്കണം. നമുക്ക് ആ മുട്ട ഓരോ പീസായിട്ട് ഇതിലേക്ക് മുക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ മുട്ട കലക്കി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി വെള്ളം എടുത്തിട്ട് കലക്കി ലൂസായിട്ട് കലക്കിയെടുത്താലും മതി. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ മാവും ഒരു 1/2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദ മാവും ഒരു 1/2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പം കുറച്ച് ബ്രെഡ് എടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം നമുക്ക് വേണ്ടുന്ന 3 ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുട്ട പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫിംഗർ ഷേപ്പിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ചെറിയ ചെറിയ പീസാക്കി എടുക്കാം. കട്ട് ചെയ്യുന്നത് ഓരോരുത്തർക്ക് ഏത് ഷേപ്പിൽ വേണോ അതനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു ഫിംഗർ ഷേപ്പിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. പിന്നെ സ്ക്വയേഴ്സായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒരുപാട് നീളം കൂടിപ്പോകരുത്. നീളം കൂടിപ്പോയാൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകും, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കുറച്ച് നീളം കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ക്യാരറ്റും ഒക്കെ അതിനകത്തുണ്ട്. പിന്നെ കുരുമുളകിൻ്റെ പൊടി അടിയിൽ വന്നിട്ട് ഇങ്ങനെ അടിയിൽ അടിഞ്ഞ് കിടന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ കുരുമുളക് കുറച്ച് ഭാഗത്തായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ എത്ര മിക്സ് ചെയ്താലും ആ കുരുമുളകിലുള്ള തരി അങ്ങനെ വന്ന് കിടക്കും. അപ്പോൾ ഇത് കണ്ടോ, ഇതിനകത്തെല്ലാം വെജിറ്റബിൾസും എല്ലാം ഫില്ലായിട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ബ്രെഡ് ക്രംസ് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ മൈദ കോൺഫ്ലോർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പൗഡറിലോട്ട് ഇട്ടിട്ട് അതൊന്ന് കോട്ട് ചെയ്തെടുക്കാം.
അത് നന്നായിട്ട് 4 സൈഡിലും ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലിട്ട് ജസ്റ്റ് മുട്ടയൊന്ന് ആക്കിയ ശേഷം പിന്നെ അതെടുത്ത് ബ്രെഡ് ക്രംസ് പൊതിഞ്ഞെടുക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. അപ്പം പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഉള്ളിൽ കുറച്ച് മുട്ടയും വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പം നന്നായിട്ട് ബ്രെഡ് ക്രംസും കൂടി ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഇനി എല്ലാം നമ്മൾ ആ മുറിച്ച് വെച്ചിരിക്കുന്ന എല്ലാ ഫിംഗേഴ്സും ഇതുപോലെ നമുക്ക് ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് പൊതിഞ്ഞെടുക്കണം. അത് പെട്ടെന്ന് കഴിയും, വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഇതെല്ലാം നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അന്ന് നമ്മളിങ്ങനെ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഉണ്ടാക്കി മാറ്റി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് സെറ്റായി കിട്ടും. അപ്പോൾ എണ്ണ ചൂടാകുന്ന സമയം ഒരു 10 മിനിറ്റ് ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി. ഇനി നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്നത് കൊണ്ട് ആ ഒരു ബ്രെഡ് ക്രംസ് ഒന്നും അധികമായിട്ട് എണ്ണയിലോട്ട് കൊഴിഞ്ഞ് വീഴത്തില്ല. ഇത് നമ്മൾ സൂക്ഷിച്ചെടുത്ത് വെക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒടിഞ്ഞു പോകും. കാരണം മുട്ട ആയതുകൊണ്ട് അധികം വെജിറ്റബിൾസും കൂടി ഇട്ടേക്കുന്നത് കൊണ്ട് അത്ര ഒരു ബലം ഉണ്ടാവത്തില്ല. അപ്പോൾ ചിലപ്പോൾ ഒടിഞ്ഞു പോകും. അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചൊന്ന് കൈകാര്യം ചെയ്യണം. എന്നിട്ട് ഇതിങ്ങനെ തിരിച്ച് 4 സൈഡും തിരിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും ഒരുപോലെ കളറായി കിട്ടുന്നത് വരെ, ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യേണ്ട, മുട്ട ഓൾറെഡി വെന്തതാണ്. പിന്നെ നമുക്ക് ആ പുറത്തെ കോട്ടിംഗ് ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗവും ഒന്ന് കളറാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള എഗ് ഫിംഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. അപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും. കുറച്ചും കൂടി എരിവുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാനിത് എരിവ് കുറച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.